ജപമാല ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത്, അത് വചനം വായിച്ചാണ് പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഓരോരുത്തരും കൂടുതൽ ജപമാല പ്രാർത്ഥിക്കും എങ്ങനെയാണെങ്കിലും, അല്ലേ? ഓക്കെ. എന്നോട് പരിശുദ്ധ അമ്മ പറയണം, അമ്മയെക്കുറിച്ച് 2 വാക്ക് പറയാതെ പോകരുതെന്ന. അതുകൊണ്ട് അമ്മയെക്കുറിച്ച് 2 വാക്ക് വെക്കാം. പ്രിയപ്പെട്ടവരെ, അമ്മയെ അറിഞ്ഞാൽ ഈശോയെ അറിയാം. അമ്മയെ അറിഞ്ഞാൽ യേശു ജനിച്ചപ്പോൾ ആദ്യം കണ്ട മുഖം ആരുടെയാ? യേശു കുരിശിൽ മരിക്കുമ്പോൾ അവസാനം കണ്ട മുഖം ആരുടെയാ? ഈശോ ജനിച്ചപ്പോൾ ആദ്യം കിടന്ന മടിത്തട്ട് ആരുടെയാ? ഈശോ മരിച്ചു കഴിഞ്ഞ് അവസാനം കിടന്ന മടിത്തട്ട് ആരുടെയാ? ഈ അമ്മയായിരുന്നു മകൻ്റെ ശക്തി. അപ്പോൾ അമ്മയെ അറിഞ്ഞ അമ്മ എല്ലാം എടുത്തുകൊണ്ട് പുത്രൻ്റെ ഒപ്പം. പരിശുദ്ധ അമ്മ വഴി ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ജപമാല. ദേവാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന വിശുദ്ധ കുർബാനയെങ്കിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല. എന്നോട് ഒരാൾ ചോദിച്ചു, സുവിശേഷത്തിൽ ജപമാലയെക്കുറിച്ച് ഒന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ജപമാല ചൊല്ലുന്നത്? എന്തെങ്കിലും ഉണ്ടോ ജപമാലയെക്കുറിച്ച് സുവിശേഷത്തിൽ? ഉണ്ടോ? പിന്നെ എന്തിനാ ചൊല്ലുന്നത്? സുവിശേഷത്തിൽ ജപമാലയെക്കുറിച്ച് ഒന്നുമില്ലെങ്കിലും ജപമാല മുഴുവൻ സുവിശേഷമാണ്, അല്ലേ? സുവിശേഷത്തിൽ ജപമാലയെക്കുറിച്ചില്ലെങ്കിലും സുവിശേഷം മുഴുവനും ജപമാലയിലുണ്ട്. ചാവറേച്ചൻ പറയുന്നുണ്ട്, മാലയിൽ കൊടുത്ത സുവിശേഷമാണ് ജപമാലയെന്ന്. പോൾ 6 പാപ്പ പറയുന്നുണ്ട്, സുവിശേഷത്തിൻ്റെ സംക്ഷേപമാണ് ജപമാലയെന്ന്. നമ്മൾ ഈ ജപമാല ചെല്ലുമ്പോൾ തിരുവചനം ഉരുവിട്ടാ പ്രാർത്ഥിക്കുക. വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നാം കേട്ടല്ലോ. വചനം ഉരുവിട്ടാ. ലൂക്ക 1:34, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആരുടെ വാക്കുകളാ? ഒക്കെ പറ. പലർക്കും അറിയത്തില്ല ആരുടെ വാക്കുകളാണ്. എൻ്റെ അപ്പച്ചൻ ഗൾഫിൽ നിന്നൊരു പാഴ്സൽ അയച്ചു, പോസ്റ്റ്മാൻ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ആരുടെ പാഴ്സലാണത്? പോസ്റ്റ്മാൻ്റെ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആരുടെ വാക്കുകളാണ്? യോഹന്നാൻ 3:34, ദൈവമയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. അപ്പോൾ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ ദൈവവചനം തന്നെയാണ്, അല്ലേ? അപ്പോൾ നാം വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധീകരിക്കപ്പെടും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനോട് പുറത്താക്കി. അല്ലെ, നിങ്ങളുടെ ഉള്ളിൽ സങ്കീർത്തനം 119 പറഞ്ഞു, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കണം, നിങ്ങളുടെ വചനം സൂക്ഷിച്ചിരിക്കുന്നു. വചനത്തിൻ്റെ ശക്തിയൊക്കെ നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ ജപമാലയിൽ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും ഈ കൃപകളെല്ലാം നിറയും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ പിശാച് ഭരണം നടത്തുകയില്ല. ദിനംപ്രതി ജപമാല ചെല്ലുന്നവർ വഴിതെറ്റി പോവുകയില്ല. ചിലരൊക്കെ ഉണ്ടല്ലോ ജപമാല പ്രാർത്ഥന ജീപ്പിൻ്റെയും കാറിൻ്റെയൊക്കെ സ്റ്റെപ്പിന് ടയർ പോലെയാണ്. സ്റ്റെപ്പിന് ടയർ എപ്പോഴാണ് ഉപയോഗിക്കണേ ചേട്ടന്മാരെ? ആവശ്യം വന്നാൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ചില പ്രതിസന്ധി വരുമ്പോൾ, ചില അപകടം വരുമ്പോൾ മാതാവേ ജപമാലയോട് ജപമാല, അല്ലേ? ലൂക്ക 18:1, ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുവീൻ. 1 തെസ്സലോനിക്കർ 5:17, ഇടപെടാതെ പ്രാർത്ഥിക്കുവീൻ. പ്രഭാഷകൻ 7:10, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവീൻ. റോമ 12:12, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുവിൻ. സ്റ്റെപ്പിന് ടയർ ഉപയോഗിക്കുന്നത് പോലെ വല്ലപ്പോഴും പ്രാർത്ഥിക്കാനുള്ളതല്ല. പ്രാർത്ഥനയ്ക്ക് വിശ്രമത്തിൻ്റെ സമതല പ്രദേശങ്ങളില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ, ഈ വണ്ടി ഇങ്ങനെ കുന്നുകയറി ഇങ്ങനെ പോണ സമയത്ത് നിന്ന് പോയാൽ താഴേക്ക് പോരും എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ഇടയ്ക്കൊരു വിശ്രമം കൊടുത്താൽ നമ്മൾ താഴേക്ക് പോകും. ഈ ഇരുട്ട് വരുമ്പോൾ, വെളിച്ചം മങ്ങുമ്പോൾ ഇരുട്ട് വരുമെന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറയുമ്പോൾ പാപം വരും. പ്രിയപ്പെട്ടവരെ, ഒരു ജീവി ചത്തു കഴിഞ്ഞാൽ, പൂച്ച, എലി, എന്താണ് ചത്തു കഴിഞ്ഞാൽ എല്ലാത്തരം പ്രാണിപ്പുഴു കീടങ്ങൾ വരും. ഇവിടെ എങ്ങനെയാണോ? ഞങ്ങളുടെ നാട്ടിലതെ. ഒരു ജീവി ചത്താൽ എല്ലാത്തരം പ്രാണിപ്പുഴു കീടങ്ങൾ അവിടെ എത്തും. ഒരു ഇൻവിറ്റേഷൻ കാർഡും വേണ്ട. എങ്ങനെ വരുന്നോ ആവോ? എങ്ങനെ അറിഞ്ഞാൽ നിങ്ങളവിടെ എത്തി എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിലേക്ക് എല്ലാവിധ തകർച്ചകളുമായിട്ട് പിശാച് കടന്നു വരും. പൂന്തോട്ടത്തിൽ പൂ വിരിഞ്ഞാൽ പൂമ്പാറ്റകൾ പലതരത്തിൽ തുമ്പി എല്ലാം പറന്നു വരും. കണ്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക്, ജപമാലയിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളുമായിട്ട് പരിശുദ്ധ അമ്മ വരും. ജോൺ പോൾ സെക്കൻഡ് പറയുന്നുണ്ട്, വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് പറയുന്നുണ്ട്, ജപമാല ചൊല്ലുമ്പോൾ അമ്മയുടെ കയ്യിൽ പിടിക്കുന്നു, ചൊല്ലിക്കഴിയുമ്പോൾ അമ്മ നമ്മുടെ കയ്യിൽ പിടിക്കുന്നു. നമ്മൾ ജപമാല ചെല്ലുമ്പോൾ ആരുടെ കൈ പിടിക്കുന്നു? ചൊല്ലിക്കഴിയുമ്പോൾ ആര് പിടിക്കും നമ്മുടെ കയ്യിൽ? അമ്മ പിടിക്കും. പ്രിയപ്പെട്ടവരെ, രക്ഷകരെ നമുക്ക് കിട്ടിയത് പരിശുദ്ധ അമ്മ വഴിയാണെങ്കിൽ രക്ഷ പരിശുദ്ധ അമ്മ വഴിയേ ഉള്ളൂ. ഈ കഴിഞ്ഞ പ്രളയത്തിൽ 2019-20 ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ, ഞാൻ ആ കൽക്കട്ട സൈഡിലായിരുന്നു. ആ പ്രളയത്തിൻ്റെ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞ, സിസ്റ്റർ, എൻ്റെ ബാച്ചിയാരി, ഞങ്ങളുടെ മൂവാറ്റുപുഴ മഠം ഇങ്ങനെ പുഴയോട് ചേർന്ന. അപ്പം
സിസ്റ്റേഴ്സ് അന്ന് പോകാതിരുന്നു 3-ാം നിലയിലെത്തി ഫയർഫോഴ്സൊക്കെ വന്ന് രക്ഷപ്പെടുത്തിയത്. ഓക്കെ. അപ്പോൾ അടുത്ത ഒരു വീട്ടിൽ അവിടെ എല്ലാം ഇങ്ങനെ വലിയ 2 നിലകളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ രക്ഷപ്പെടാനും കയറിയിരിക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തൊരു പാവപ്പെട്ട അമ്മച്ചി താമസിക്കുന്ന ചെറിയ വീടാണ്. അപ്പോൾ ഈ അമ്മച്ചി ഈ വെള്ളമൊക്കെ പൊങ്ങണ കണ്ടപ്പോൾ ഉണ്ടല്ലോ, വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം എടുത്ത് വാതിലിൽ വെച്ച് 2 തിരിയും കച്ചിച്ച്, എൻ്റെ അമ്മേ മാതാവേ, എൻ്റെ വീട് അമ്മ കാത്തോളണേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടി. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടതല്ല, എന്നോട് പറഞ്ഞ കാര്യമാണ്. ആ വീട്ടിൽ മാത്രം വെള്ളം കയറിയില്ല. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അവിടെ അടിച്ച് കഴുകി സഹായിക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞൊരു സാക്ഷ്യമാണ് അത്. അപ്പോൾ രക്ഷകനെ നമുക്ക് കിട്ടിയത് പരിശുദ്ധ അമ്മ വഴിയാണെങ്കിൽ നമുക്ക് രക്ഷ അമ്മ വഴിയേ ഉള്ളൂ. ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഗോവണിയാണ് പരിശുദ്ധ അമ്മയെങ്കിൽ നമുക്ക് ഈശോയിലേക്ക് കയറിപ്പോകാനുള്ള ഗോവണി കൂടിയാണ് അമ്മ. മറിയം വഴി ഈശോയിലേക്ക്. അമ്മയെ അറിഞ്ഞാൽ ഈശോയെ അറിയാം, അമ്മയോടൊപ്പം ഈശോയെ കാണാം. പൂജാരാജാക്കന്മാർ ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ടുവെന്ന, കാനായിലെ കല്യാണ വിരുന്നിൽ യേശുവിനോടൊപ്പം അമ്മയുണ്ടായിരുന്നുവെന്ന, കുരിശിൻ്റെ ചുവട്ടിലും കുരിശിൻ്റെ വഴിയിലും അമ്മയുണ്ട്. വിശുദ്ധ പാതുറപ്പിയോ ദിനം പ്രതി 40 ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന. എത്ര 40. നമ്മൾ 40 ദിവസം കൊണ്ട് എത്തുമോ? നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ മാത്തപ്പ സാർ ഒരു ഉദാഹരണം പറഞ്ഞേ. മാത്തപ്പ സാർ ഒരു വീട്ടിൽ ചെന്നിട്ട് മേരി ചേച്ചിയേ എന്ന് കുറേ വിളിച്ചു. അപ്പോൾ മേരി ചേച്ചി വിളിയൊന്നും കേട്ടില്ല. അടുക്കള തകൃതിയായിട്ട് പണിയാ. അപ്പോൾ മുൻവശത്തിരുന്ന പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന ചാക്കോച്ചൻ ചേട്ടൻ ഇറങ്ങി വന്നു. ആരാ എന്നാ വേണമെന്ന് ചോദിച്ചു. വിളിച്ചത് ആരെയാ? മേരി ചേച്ചീനെ. ഇറങ്ങി വന്നതോ? അപ്പം നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലി പ്രാർത്ഥിച്ച ആരിറങ്ങി വരും? ഈശോയോ? പരിശുദ്ധ അമ്മയുടെ മണവാളനാരാ? പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി ആരാ? ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ മണവാളൻ ആരായിരിക്കും? പരിശുദ്ധാത്മാവനല്ലേ ഗർഭം ധരിച്ചത്. അപ്പം നമ്മൾ നന്മ പറഞ്ഞു മറിയമേ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ സ്നാപകനും ഏലീശ പുണ്യവതിയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. സെഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ശിഷ്യന്മാരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവിനെ വിളിച്ചിറക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയ. ഒരു മനുഷ്യനോട് ചോദിച്ചേ, എന്തിനാ സിസ്റ്ററെ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ഒരു പ്രാവശ്യം വിളിച്ചാൽ പോരെ? മാതാവ് കേൾക്കില്ലേ? പിന്നെ എന്തിനാ ഒരേ ജപം വീണ്ടും ചൊല്ലിക്കൊണ്ടിരിക്കണേ? ഒരേ ജപം വീണ്ടും ആവർത്തിക്കുന്നതിൽ വിരസത തോന്നുന്നില്ലേ? ഇല്ല. ഞാനും ചോദിച്ചു, ചേട്ടാ കരിപ്പാത്രം കൂടുതൽ തേക്കുമ്പോൾ, ചേട്ടന്മാർക്കറിയത്തില്ല, ചേച്ചിമാരെ കരിപ്പാത്രം കൂടുതൽ തേക്കുമ്പോൾ തിളങ്ങും അല്ലേ? കത്തി കൂടുതൽ തേക്കുമ്പോൾ മൂർച്ചയുണ്ടാകും. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കൂടുതൽ ആവർത്തിച്ച് ചെല്ലുമ്പോൾ യോഹന്നാൻ 15:3 എൻ്റെ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വീണ്ടും മൂർച്ച വരുത്തുമ്പോൾ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. നമ്മളും കൂടുതൽ പവറുള്ളവരായി, ശക്തിയുള്ളവരായി മാറും, മൂർച്ചയുള്ളവരായി മാറും. ഹല്ലേലൂയ. വേണോ? വേണമെങ്കിൽ ജപമാലയിൽ പ്രാർത്ഥിച്ചോ. അപ്പോൾ ജപമാല എത്രമാത്രം ചൊല്ലുന്നുവോ അത്രമാത്രം പരിശുദ്ധാത്മാവിനാലും കൃപയാലും നിറയും. ഹല്ലേലൂയ. 2-3 പേരുടെ കണ്ണൊക്കെ അടഞ്ഞു പോകണ്ട. അടുത്ത് നിന്ന് കൊട്ടിക്കേ ഹല്ലേലൂയ. എനിക്കറിയാം അവിടെ അതേ പണക്കമുള്ളിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഒരു കഥ പറയാം, എന്നാൽ പിന്നെ ഉറക്കം പൊക്കോളും. ഒരു കൃഷിക്കാരനുണ്ടല്ലോ, ഒരു കൃഷിക്കാരന് ഒരു ആപ്പിൾ കിട്ടി. ആപ്പിൾ കിട്ടിയപ്പോൾ കൃഷിക്കാരനത് രാജാവിന് കൊടുക്കണമെന്ന് ആഗ്രഹം. ഈ കൃഷിക്കാരന് ഈ ആപ്പിളുമായിട്ട് രാജകൊട്ടാരത്തിൽ ചെന്നപ്പം രാജാവ് ഉണ്ടായില്ല. അദ്ദേഹം രാജ്ഞിയുടെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചു പോന്നു. രാജ്ഞി എന്ത് ചെയ്തു? കഴിച്ചില്ല. രാജ്ഞി അത് പൂക്കളാൽ അലങ്കരിച്ച് സ്വർണ്ണ തളികയിൽ വെച്ച് പളുങ്ക് പാത്രത്തിൽ വെച്ച് രാജാവ് വന്നപ്പോൾ കൊണ്ടേ കൊടുത്തു. അപ്പോൾ രാജാവിന് ഈ ആപ്പിളിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഭയങ്കരമായിട്ട് അലങ്കരിച്ച് പൂക്കളാൽ അലങ്കരിച്ച് സ്വർണ്ണ തളികയിൽ പളുങ്ക് പാത്രത്തിൽ വെച്ച് കൊടുത്തതാണ്. ഇതാരാണ് കൊണ്ടുവന്നതെന്ന് അന്വേഷിച്ചു. ഒരു കൃഷിക്കാരനാണെന്ന് പറഞ്ഞു. ഈ കൃഷിക്കാരനെ വിളിച്ച് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തുവിട്ടു. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഒരു കാര്യത്തെ പ്രതിഷ്ഠിച്ചാൽ അമ്മ അത് തൻ്റെ പുത്രന് ഇഷ്ടമുള്ളതാക്കി തീർത്ത്, പൂക്കളാൽ അലങ്കരിച്ച് അവനിഷ്ടമുള്ളതാക്കി തീർത്ത് അവൻ്റെ കൈ കൊണ്ടേ കൊടുത്ത് നമുക്ക് അനുഗ്രഹം നേടിത്തരും. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെയും ലോകത്തെ മുഴുവനും വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ ഞാൻ നിങ്ങളെ ഉറപ്പായി സഹായിക്കും. വിളിച്ചാൽ വിളിച്ചെടുത്ത് വരുന്നവളെ പരിശുദ്ധ അമ്മ. അമ്മയുടെ മാധ്യസ്ഥം സ്വർഗത്തിന് നിഷേധിക്കാൻ പറ്റില്ല. കാരണം എന്താ?
അമ്മയുടെ മാധ്യസ്ഥം സ്വർഗത്തിന് നിഷേധിക്കാൻ പറ്റില്ല. കാരണമുണ്ട്. സ്വർഗം ചോദിച്ചത് അമ്മ കൊടുത്തത് കൊണ്ട് അമ്മ ചോദിക്കുന്നത് സ്വർഗം നിഷേധിക്കില്ല. അന്ന് തൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ അവതരിക്കാൻ ഒരു ഗർഭപാത്രം ചോദിച്ചപ്പോൾ അമ്മ നോ പറയാത്തത് കൊണ്ട്, സ്വർഗം ചോദിച്ചത് അമ്മ കൊടുത്തത് കൊണ്ട് അമ്മ ചോദിക്കുന്നത് സ്വർഗം നിഷേധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. സ്വയേ നന്ദി, സ്വയേ സ്തുതി, സ്വയേ സ്തുതി. നമുക്കറിയത്തില്ലേ ലൂർദിലെ പരിശുദ്ധ അമ്മ പ്രതിഷ്ഠപ്പെട്ട സ്ഥലത്ത് തളർന്നു പോയൊരു കൊച്ചിനെ കൊണ്ടേ കിടത്ത കാര്യം അല്ലേ? ഒന്ന് പറയാമോ? ആ ചേച്ചിക്കറിയാം? ഇല്ല, ഇത് ചേച്ചിക്ക് അറിയത്തില്ല. ഒരു ചേച്ചിക്ക് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് വേണ്ടി ഞാൻ പറയട്ടെ. ലൂർദിലെ പരിശുദ്ധ അമ്മ പ്രതിഷ്ഠപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ രോഗികളെ ഇങ്ങനെ കൊണ്ടുവന്ന് കിടത്തും. അപ്പോൾ ദിവ്യകാരുണ്യ ഈശോ ഇങ്ങനെ ആശീർവദിച്ച് കടന്നു പോകുമ്പം അവിടെ കിടക്കുന്ന രോഗികൾക്കൊക്കെ സൗഖ്യം കിട്ടും. അങ്ങനെ മാതാപിതാക്കൾ തളർന്നു പോയൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തി. ഒന്നാം ദിവസം ദിവ്യകാരുണ്യ ഈശോ ആശീർവദിച്ച് കടന്നുപോയി. കുഞ്ഞിന് സൗഖ്യം കിട്ടിയില്ല. അവിടെ കിടന്ന എല്ലാവർക്കും സൗഖ്യം കിട്ടി. രണ്ടാം ദിവസവും ദിവ്യകാരുണ്യ ഈശോ ആശീർവദിച്ച് കടന്നുപോയി. ആ കുഞ്ഞിന് മാത്രം സൗഖ്യം കിട്ടിയില്ല, എല്ലാവർക്കും സൗഖ്യം കിട്ടി. മൂന്നാം ദിവസവും ദിവ്യകാരുണ്യ ഈശോ കടന്നുപോയി. കുഞ്ഞിന് സൗഖ്യം കിട്ടുന്നില്ല. ഈശോ അങ്ങ് കടന്നുപോയി കഴിഞ്ഞപ്പോൾ കുഞ്ഞ് തിരിഞ്ഞു നോക്കി ഈശോയോടൊന്ന് പറഞ്ഞു, ഈശോയെ, നീ ഇന്നും എന്നെ തൊടാതെ പോയാൽ ഞാൻ നിന്റെ അമ്മയോട് പറയും. ആ നിമിഷം കൊച്ചിന് സൗഖ്യം കിട്ടി. അപ്പം അമ്മയോട് പറയുമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ, കാര്യങ്ങളൊക്കെ വേഗം നടന്നുകൊള്ളൂ. അതാ നമ്മുടെ അമ്മയുടെ ശക്തി. ഞാൻ ഈ പാലക്കാട് വെച്ച് ഒരു കരിമ്പാൻ സ്കൂളിൽ ഒരു കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അഞ്ജു എന്ന പേര്. അന്ന് 9ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കുക കൊച്ച്. ഇന്നിപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞാണ്, കുറേ നാൾ കഴിഞ്ഞില്ലേ. അപ്പോൾ ഈ കൊച്ചിന് മാതാവിനോട് ഭയങ്കര ഭക്തി. എന്താ മോനെ നിനക്ക് അമ്മ മാതാവിനോട് ഇത്ര ഭക്തി? അപ്പോൾ അവൾ പറയുകയാണേ, ഒരു അരമണിക്കൂർ ബദിനി സ്കൂളിലാണ് പഠിക്കുന്നത്. വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ നടന്നു വരണം മണ്ണിട്ട വഴിയിലൂടെ. അപ്പോൾ അവൾ ജവമാല ചൊല്ലി എന്നും വരുന്നത്, സ്കൂളിൽ വരുന്നത്, പോകുന്നതും അങ്ങനെ തന്നെ. അപ്പോൾ ഒരു ദിവസം അവളുടെ വീട്ടിൽ ഒത്തിരി കടബാധ്യതയുണ്ട്. അപ്പോൾ അവളുടെ ഡാഡി കുറച്ച് പൈസ ആർക്കോ കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വന്ന വഴിക്ക് അത് നഷ്ടപ്പെട്ടു. മൊബൈൽ കവറിനുള്ളിൽ വെച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ എവിടെ നഷ്ടപ്പെട്ടതെന്നറിയില്ല. അത് കഴിഞ്ഞ് വെള്ളി ശനി ദിവസങ്ങളിൽ മണ്ണിട്ട വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി സാധനം കിട്ടുന്നില്ല. ഭയങ്കര സങ്കടം. തിങ്കളാഴ്ച ഈ കുഞ്ഞ് സ്കൂളിൽ പോരാൻ നേരത്ത് ഈ ഡാഡിയുടെ ദുഃഖിക്കുന്ന മുഖവും കണ്ടുകൊണ്ട് ഇറങ്ങുമ്പോൾ അവൾ വീണ്ടും തൻ്റെ ജവമാല കരങ്ങളിലെടുത്ത് ചൊല്ലി നടന്നു വരികയാണ്. വഴിയുടെ പാദ്യത്തിലെത്തിയപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ജവമാല താഴെ പോയി. ഈ ജപമാല എടുക്കാൻ കുനിഞ്ഞ കുഞ്ഞ് ആ ജപമാല വീണ സ്ഥലത്ത് മൊബൈൽ കവറിനുള്ളിൽ മണ്ണിൽ പൂണ്ട് കിടക്കുന്ന പണം കണ്ടെത്തുകയാണ്. നടന്ന സംഭവം. അതാ നമ്മുടെ അമ്മ. ഞാൻ ഈ സൺഡേ ശാലോം പേപ്പറിൽ ഞാൻ വായിച്ച ഈ കോഴിക്കോട് സൈഡിൽ ഒരു ചേച്ചി കൊച്ചും അനിയത്തി കൊച്ചും ഇങ്ങനെ കളിച്ച് നടക്കുക. അവർ കളിച്ച് കിണറ്റിൽ വീണു. ചേച്ചി കൊച്ചിന് ചാടി പിടുത്തം കിട്ടി. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഈ മോട്ടറിൻ്റെ പൈപ്പിൽ. അനിയത്തി കൊച്ചിന് പിടുത്തം കെട്ടി ചേച്ചി കൊച്ചിൻ്റെ ജവമാലയിൽ. അവർ സാക്ഷ്യമായിട്ടിട്ടതാണ്. ഒരു വള്ളിച്ചരയുടെ ജവമാലയിൽ, കുഞ്ഞു ജവമാലയിൽ അനിയത്തി കുഞ്ഞ് തൂങ്ങിക്കിടന്നു. ജവമാലയുടെ ശക്തി. കാനായിൽ വീഞ്ഞായ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ? കാനായിൽ വീഞ്ഞായ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് മേൽത്തരം വീഞ്ഞായി മാറി. എൻ്റെ ജീവിതവും മേൽത്തരമാകണമെങ്കിൽ ഞാൻ അമ്മയോട് പറയണം, അമ്മ ഈശോയോട് പറയും. യേശുവിൻ്റെ സ്പർശനമാണ് അവിടെ മാറ്റമുണ്ടാക്കിയത്. യേശു വെള്ളത്തെ തൊട്ടപ്പോൾ അത് വീഞ്ഞായി, വീഞ്ഞിനെ തൊട്ടപ്പോൾ അത് രക്തമായി മാറി. പ്രിയപ്പെട്ടവരെ, യേശു നമ്മയും തൊടും, നമ്മുടെ ജീവിതവും മേൽത്തരമാകും. നമ്മുടെ കുടുംബത്തിൽ അമ്മയ്ക്ക് സ്ഥാനം കൊടുത്താൽ വീഞ്ഞില്ല എന്ന കുറവ് പരിഹരിച്ച അമ്മ നമ്മുടെ കുടുംബത്തിലെ കുറവുകളെ പരിഹരിക്കും. ഹല്ലേലൂയ. അമ്മയെ കൈവിട്ടു പോകരുത്, അമ്മയുടെ കൈവിട്ടു പോകരുത്. പറഞ്ഞേ, അമ്മയെ കൈവിട്ടു പോകരുത്. കുട്ടികളുടെ ധ്യാനം നടക്കുക. കുട്ടികളുടെ ധ്യാനം നടക്കുന്ന സമയത്ത് മുമ്പിലിരിക്കുന്ന 2 കുട്ടികൾ ഈ ജവമാല പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു, കളിക്കുന്നു. ഉഴപ്പല്ലേ കുഞ്ഞെ, മാറ്റിയിരുത്തി. അത് ജമാല ചെല്ലാനായിട്ട് ഗ്രൂപ്പ് തിരിച്ച് പുറത്തേക്ക് വിട്ടു. അപ്പോഴും ഇങ്ങനെ കല്ല് പെറുക്കി കളിക്കുക. എടാ കല്ല് പെറുക്കി കളിക്കില്ലേടാ, ജമാല ചെല്ലാൻ വിട്ടതല്ലേ. അപ്പോൾ പറയുക, എനിക്ക് ജപമാല ഇല്ലാത്തത് കൊണ്ട് ഞാൻ കല്ല് പെറുക്കി എണ്ണുന്നതാണെന്ന്. പ്രിയപ്പെട്ടവരെ, വീട്ടിലെ ഷെൽഫിലെ, കയ്യിലെ, അലമാരയിലെ ജപമാല കൊന്നുകൂടുമ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സമയമില്ലെങ്കിൽ പരിശുദ്ധ അമ്മയോർത്ത് കരയാതിരിക്കട്ടെ. ജപമാല നമ്മുടെ വീട്ടിലൊക്കെ കൊന്നുകൂടുമ്പോഴും
ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ അമ്മ നമ്മയോർത്ത് കരയാതിരിക്കട്ടെ. അമ്മയെ പലരും കുറ്റം പറയും, വേറെ മക്കളുണ്ടെന്ന്. കേട്ടിട്ടുണ്ടോ? ഇവിടെ പറയില്ലായിരിക്കും അല്ലേ? പറയുമോ വേറെ മക്കളുണ്ടെന്നാ? അമ്മയ്ക്ക് വേറെ മക്കളുണ്ടെങ്കിൽ കുരിശിൽ മരിക്കാൻ തുടങ്ങുമ്പോൾ എന്തിനാ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? മക്കൾ കൊണ്ടുപോയില്ലേ? അമ്മയ്ക്ക് വേറെ മക്കളുണ്ടെങ്കിൽ കുരിശിൽ മരിക്കാൻ തുടങ്ങുമ്പോൾ അമ്മയെ ശിഷ്യന് യോഹന്നാന് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? മക്കൾ വന്ന് കൊണ്ടുപോയില്ലേ അമ്മയെ? ഇല്ലേ? ചിലർ പറയും പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവനെ അറിഞ്ഞില്ല. എന്നുവെച്ചാൽ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു, പ്രസവിക്കുന്നത് വരെ അറിഞ്ഞില്ല. എന്നുവെച്ചാൽ വചനത്തിലൊരിക്കലും അശുദ്ധി ഒളിഞ്ഞിരിക്കുന്നില്ല. വചനം ദൈവമാണ്. അങ്ങനെയെങ്കിൽ 2 സാമുവേൽ 6:23 പറയുന്നില്ലേ, സാവൂളിന്റെ മക്കൾ മിഖാൽ മരണം വരെ സന്താനരഹിതയായിരുന്നു. മരിക്കുന്നത് വരെ കുട്ടികളുണ്ടായില്ല, മരിച്ചു കഴിഞ്ഞുണ്ടായിന്ന് അർത്ഥം ഉണ്ടാപ്പേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:25 പറയുന്നു, കാൽവരിയിലെ കുരിശുമരണത്തിൽ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽപ്പുണ്ടായിരുന്നു. കുറേ മറിയൊക്കെ കുരിശിന്റെ ചുവട്ടിലുണ്ടായിരുന്നെന്ന് വചനം പറയുന്നു. നമ്മൾ ആദ്യം ചേർന്ന് നിൽക്കേണ്ടത് ക്രൂശിതനോടാണ്, വചനത്തോടാണ്, വിശുദ്ധ കുർബാനയോടാണ്, ഈശോയോടാണ് നമ്മൾ ആദ്യം ചേർന്ന് നിൽക്കേണ്ടത്. അടുത്ത വാക്യം, യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ടു. നമ്മൾ രണ്ടാമത് ചേർന്ന് നിൽക്കേണ്ടത് എവിടെയാണ്? പരിശുദ്ധ അമ്മയോട്. ആദ്യം നാം ചേർന്ന് നിൽക്കേണ്ടത് ഈശോയോട്, രണ്ടാമത് ചേർന്ന് നിൽക്കേണ്ടത് പരിശുദ്ധ അമ്മയോട്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. യോഹന്നാനെ കുറിച്ച് പറയുന്നില്ലേ, അവൻ യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്നു. പക്ഷെ പേര് പറയുന്നില്ല അല്ലേ? യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അവൻ്റെ വക്ഷസിൽ ചാരിക്കിടന്നിരുന്നു. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ മുമ്പേ ഓടി. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പറഞ്ഞു അത് കർത്താവാണ്. എന്തിവിടെ പേര് പറയാത്ത യോഹന്നാൻ എന്ന്? യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനെ പറയുന്നുള്ളൂ, ബിലൗഡ് ഡിസൈപ്പിൾ എന്ന്. എന്താ പേര് പറയാത്ത പ്രിയപ്പെട്ടവരെ? പേരങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നോ? ഇവിടെ പേരെഴുതിയിട്ടില്ല, യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താ? ഞാൻ ആ ബിലൗഡ് ഡിസൈപ്പിൾ ആയിത്തീരാൻ, ഞാൻ യേശു സ്നേഹിക്കുന്ന ആ വ്യക്തി ആയിത്തീരാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പേര് അവിടെ വരാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ പേരെഴുതാത്തത്. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അവൻ്റെ വക്ഷസിൽ ചേർന്ന് കിടന്നു എന്ന വചനം. നമ്മളും നമ്മുടെ പ്രാർത്ഥനയിലൂടെ യേശുവിനോട് ചേർന്നിരിക്കണം. യോഹന്നാൻ ശ്ലീഹായുടെ ജീവിതം, യോഹന്നാൻ ശ്ലീഹയെ നമുക്കറിയാം, ജീവിതം നോക്കുമ്പോൾ ഉണ്ടല്ലോ, ആദ്യം യോഹന്നാൻ ഈ യേശു ഇങ്ങനെ നടന്നു പോകുമ്പോൾ പറയുന്നുണ്ട്, കർത്താവിനെ തിരസ്കരിച്ച പട്ടണം നോക്കിക്കൊണ്ട് പറയണേ, അഗ്നി ഇറക്കി നശിപ്പിക്കട്ടെയോ ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ. കേട്ടിട്ടുണ്ടോ? കർത്താവെ അഗ്നി ഇറക്കി നശിപ്പിക്കട്ടെയോ എന്ന് ചോദിക്കുന്നുണ്ട്. യേശു അവരെ ശാസിച്ചു. കാരണം യേശു നശിപ്പിക്കാൻ വന്നവനല്ല, യേശു രക്ഷിക്കാൻ വന്നവനാണ്. എന്ന് വെച്ചാൽ പെട്ടെന്നൊരു പ്രതികാരം നിറഞ്ഞ മനോഭാവമാ യോഹന്നാന്റെ. അതുകൊണ്ടല്ലേ അഗ്നി ഇറക്കി നശിപ്പിക്കട്ടെ എന്നൊക്കെ ചോദിക്കുക. വീണ്ടും വേറൊരു ശിഷ്യൻ പിശാചിനെ ബഹിഷ്കരിക്കുന്ന കണ്ടപ്പോൾ ഈശോട് പറയാ, നിന്റെ നാമത്തിൽ ഒരാൾ പിശാചുകളെ ബഹിഷ്കരിക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവനെ തടഞ്ഞു. കാരണം അസൂയ, കാരണം അവർക്ക് പറ്റിയില്ല. ഒരപ്പൻ ഒരു കുഞ്ഞിനെ കൊണ്ട് പിശാചിനെ ബഹിഷ്കരിക്കാൻ വന്നിട്ട് അവർക്ക് പറ്റിയില്ല. അതുകൊണ്ട് വേറൊരാൾ ബഹിഷ്കരിക്കേണ്ടപ്പോൾ എന്ത് പറ്റി? തടഞ്ഞു. അപ്പോൾ പ്രതികാരമുണ്ട്, അസൂയുണ്ട്. വീണ്ടും എടുത്തം വരുത്തിയിരിക്കാൻ അധികാരമോഹം. ഇങ്ങനെ അസൂയം, പ്രതികാരം, അധികാരമോഹമൊക്കെ നിറഞ്ഞ യോഹന്നാൻ യേശുനാഥന്റെ വക്ഷസോട് ചേർന്ന് കിടന്ന് അവൻ ദൈവം സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവം സ്നേഹമാണെന്ന് അവൻ എഴുതി സുവിശേഷങ്ങളിലെ ലേഖനങ്ങളിൽ. 3 ലേഖനങ്ങളും സുവിശേഷവും. പിന്നീട് അവൻ്റെ ജീവിതം വെളിപാടുകൾ കൊണ്ട് നിറഞ്ഞു. പരിശുദ്ധ അമ്മയെ കിട്ടി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഈ 12 അപ്പസ്തോലന്മാരിൽ സ്വാഭാവിക മരണം വരിച്ചത് വിശുദ്ധ യോഹന്നാന. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടക്കണമെങ്കിൽ ആദ്യം യേശുവിൻ്റെ അടുത്തിരിക്കണം. എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ അടുത്തിരുന്നാൽ ഞാനും വീണു പോവുകയില്ല, വീണാൽ തന്നെ യേശുവിൻ്റെ വക്ഷസിലേക്ക് വീഴുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടോ അത് അടുത്തിരിക്കുമ്പോൾ പരിഹരിക്കപ്പെടും. യൂദാസിനും യേശുനാഥന്റെ വക്ഷസിൽ ചാരാൻ അവസരമുണ്ടായിരുന്നു. പക്ഷെ അവൻ ചാരിയത് ധനത്തിലായി. അങ്ങനെ അവൻ്റെ ജീവിതം ദുരിതത്തിലായി. യേശുനാഥന്റെ പീഡാനുഭവ വേളയിൽ അപ്പസ്തോലൻ കള്ളനും വഞ്ചകനുമായി തീർന്നപ്പോൾ കള്ളൻ സ്വർഗം കരസ്ഥമാക്കി. നമ്മൾ ഒരു ക്രമം നഷ്ടപ്പെടുത്തിയാൽ മറ്റൊരാൾക്ക് പോകും.
യേശുനാഥന്റെ പീഡാനുഭവേളയിൽ അപ്പസ്തോലൻ കള്ളനും വഞ്ചകനുമായി തീർന്നപ്പോൾ കള്ളൻ സ്വർഗം സ്വന്തമാക്കി. പ്രിയപ്പെട്ടവരെ, യുദാസിനും അവസരമുണ്ടായിരുന്നു. നമ്മളൊക്കെ എവിടെയാണ് ചാരിക്കിടക്കുന്നത്? പേരിലാണോ, പ്രശസ്തികളാണോ, ധനത്തിലാണോ, വാട്സപ്പ് മെസ്സേജുകളാണോ, മൊബൈലാണോ, എവിടെയാണ് നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ചാരിക്കിടക്കുന്നത്?